ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഇതാ കുറച്ചധികം നാളുകൾക്ക് ശേഷം നമ്മളൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തംബ്നെയിലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. വിളക്കും അതുപോലെയുള്ള പാത്രങ്ങളും പൂജാ സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ടിപ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പൂജാ സാധനങ്ങളൊക്കെ ഇതുപോലെ ക്ലീൻ ആക്കാൻ പാടുപെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പൊ ഈ പാത്രങ്ങളൊന്നും തന്നെ ഞാൻ കഴുകിയല്ല വെച്ചിരുന്ന കേട്ടോ. അപ്പൊ ആ എണ്ണമയത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. കാരണം പെട്ടെന്നൊരു മരണമൊക്കെ വരുമ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ കഴുകാൻ പറ്റാതായിപ്പോയി. പിന്നെ അസുഖമൊക്കെ കാരണം ദേ കണ്ടോ, ആദ്യം കാണിച്ച ആ ചെമ്പ് പാത്രം ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഇത് കുറേ അധികം നാളായിട്ട് ഉപയോഗിക്കാതെ വെച്ചിരുന്നോണ്ട് അങ്ങനെ ഇത് മറ്റേ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വിളക്കും തട്ടുമായിരുന്നു കേട്ടോ. അപ്പൊ അതിനായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ദേ ഇവിടെ സാധാരണ ഉപ്പുണ്ടല്ലോ, നമ്മുടെ പൊടിയുപ്പ്, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതും വിനീഗറും കൂടെ. അപ്പൊ ദേ ആദ്യം തന്നെ ഉപ്പിൽ കുറച്ച് വിനീഗർ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പേസ്റ്റ് പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ മിക്സ് ഇനി നമ്മൾ നമ്മുടെ പാത്രങ്ങളിലെല്ലാം തന്നെ തേച്ച് പിടിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് എനിക്കിപ്പോ പറ്റിയ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം നമ്മുടെ ഈ ഉപ്പിന്റെ ഈ മിക്സ്ചർ തേച്ചു. പക്ഷെ അതിന് മുൻപായിട്ട് നിങ്ങൾ സാധാരണ തേച്ച് കഴിയുമ്പോൾ കഴുകി ആ എണ്ണമയം അല്ലെങ്കിൽ ഒരു പേപ്പർ എങ്ങാനും വെച്ച് ആ എണ്ണമയം എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ ഇത് ഈ ഉപ്പും വിനീഗറും ചേർത്തുള്ളത് ഞാനിപ്പോ ചെയ്തിട്ട് കുറച്ചധികം നാളായി. ഇത് കുറച്ചു നാൾ മുമ്പ് എടുത്തു വെച്ച ഒരു വീഡിയോ ആയിരുന്നേ. അപ്പൊ അത് ഇതുവരെയും അതിന് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. സാധാരണ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനിയിപ്പം ഈ വിനീഗറും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ പാത്രം പെട്ടെന്ന് വീണ്ടും കളർ മാറുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ അങ്ങനെ നമ്മൾ ഇത് ഉപയോഗിച്ചതിന്റെ പേരിൽ മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ. കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിപ്പുണ്ട്. അപ്പൊ ദേ ഇതാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന പൊടി കേട്ടോ. അതായത് നമ്മുടെ സബീനയും നമ്മുടെ പീതാംബരിയും കൂടെ ഒരു ബോട്ടിലാക്കി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ സാധാരണ ദിവസവും ഉള്ള ക്ലീനിങ്ങിന് ഈ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃത്തിയാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ദേ പൂജാ സാധനങ്ങൾ കൂടെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റീൽ പാത്രമുണ്ട്. അപ്പൊ അതിലേക്ക് ഈ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വിളക്കും ബാക്കി സാധനങ്ങളും ഒക്കെ ഉപ്പ് തേച്ച് വെച്ചിരിക്കുന്നത് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത് തിരിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. കാരണം ഈ ഉപ്പും വിനെഗറും ഉള്ളത് തേച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പിന്നെ വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട. വെറുതെ ഒന്ന് വെള്ളത്തിൽ കഴുകി എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആ ഒരു ബ്രാസിന്റെ ഒക്കെ ആ ഒരു കളറ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ കുറച്ച് ദിവസം ആയെങ്കിലും ഇതുവരെ വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഇതേപോലെ നമ്മുടെ ബാക്കി ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം വിളക്ക്, കിണ്ടി, തട്ടങ്ങള്, നമ്മൾ പൂജാ റൂമിനകത്ത് ഉപയോഗിക്കുന്ന സകല സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചെമ്പെന്ന് പറയുന്നത്, ഈ ചെമ്പ് പാത്രം ഉണ്ടല്ലോ, ഈ ഒരു പാത്രം ഇപ്പൊ തേക്കുന്ന ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ അടുത്തുള്ള പാറയിലമ്മയ്ക്ക് വർഷങ്ങൾക്ക് മുൻപ്, അതായത് എന്റെ കല്യാണത്തിനൊക്കെ മുൻപേ ഒരു ഈ കലശാഭിഷേകം എന്ന് പറയുന്ന ഒരു ഇത് നടത്തിയിരുന്നു കേട്ടോ. അപ്പൊ അന്ന് കുങ്കുമാഭിഷേകത്തിന് വേണ്ടി കൊടുത്ത പാത്രമാണ് കേട്ടോ. അത് ഇത്രയും വർഷമായി. അത് അന്ന് കൊണ്ടുവന്ന കുങ്കുമം അങ്ങനെ അതിൽ തന്നെ വെച്ചിട്ട് അതിൽ നിന്ന് മാറ്റിയിട്ടോ ഒന്നും ഇല്ലായിരുന്നു. അത് പിന്നെ എടുത്തിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ ഈ കഴുകുമ്പോഴാണ് അത് കഴുകുന്നത്. അപ്പൊ എന്തായാലും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പം ഈ വരുന്ന മെയില് 15 വർഷമാവും. അപ്പം അതിൽ നിന്നും വർഷം മുമ്പ് ഉള്ളതാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് അത്രയും വർഷം കൊണ്ട് പഴക്കമുള്ളതാണ് കേട്ടോ. അപ്പൊ അതുവരെ നന്നായിട്ട് ക്ലീൻ ആക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഞാൻ നമ്മുടെ ആ സോപ്പ് ഇട്ടുന്ന ആ ബൗളും കൂടെ ആ പാത്രവും കൂടെ ഒന്ന് വൃത്തിയായി തേച്ച് കഴുകി എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ എന്റെ മുഖത്ത് വരുന്ന ആ ചിരിയും സന്തോഷവും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയ്ക്ക് വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല പളപളാ മിന്നുന്ന എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേപോലെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഈ വെള്ളം എന്ന് പറയുന്ന സബീനയൊക്കെ വീണ വെള്ളമല്ലേ. അപ്പൊ അത് ആ തെങ്ങിന്റെ മൂട്ടിൽ ഒഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുവന്ന് നമ്മൾ അവിടെ അപ്പുറത്തൊരു പൈപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ അവിടുത്തെ ഡ്രെയിനേജ് കുഴിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കും. അപ്പൊ പിന്നെ ചെടിക്ക് വീഴണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ നമുക്ക് ഇരിക്കുന്ന എല്ലാ പാത്രങ്ങളും എല്ലാ ഐറ്റംസും ഒന്ന് കഴുകിയെടുത്ത് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഞാന് വിളക്ക് ഒക്കെ കഴുകാനായിട്ട് ഇതുപോലെ വെളിയിലെ നനകല്ലിൽ കൊണ്ടുവന്നിട്ട് ഈ ബക്കറ്റും ഒരു പാത്രവും വെച്ചിട്ടാണ് കഴുകുന്നത് കേട്ടോ. അപ്പൊ ഈ ബക്കറ്റ് വേറെ ഒന്നിനും ഉപയോഗിക്കുന്നതല്ല. ഇത് നമ്മുടെ മാതുക്കുട്ടൻ കുഞ്ഞു ആവയായിരുന്നു. അപ്പൊ മാതുക്കുട്ടനെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം എടുക്കാനൊക്കെ മേടിച്ചു വെച്ചിരുന്ന അതിന് ഉപയോഗിച്ചിരുന്ന ഒരു ബക്കറ്റാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ടങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. അപ്പൊ എന്തോ എനിക്ക് ഈ അമ്പലവും ദൈവങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിനൊക്കെ ഇച്ചിരി ഒന്ന് പ്രത്യേകം എല്ലാം ഉപയോഗിക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മള് മീന്, മുട്ട, ഇറച്ചിയൊക്കെ കഴിക്കുന്നവരാണല്ലോ. അപ്പൊ
അപ്പൊ പിന്നെ അതനുസരിച്ച് വൃത്തിക്ക് സൂക്ഷിക്കാന്ന് വെച്ചു. അപ്പൊ അതേ വ്യത്യാസം കണ്ടോ നിങ്ങൾ? ആ നേരത്തെ കണ്ട തട്ടവങ്ങാനുമാണ് ഈ ഇരിക്കുന്ന തട്ടം. അതുപോലെ തന്നെ ആ ചെമ്പിന്റെ നിറം കണ്ടോ? മറ്റേതൊരു ബ്ലാക്ക് കളർ പോലെയല്ലേ ഇരുന്നത്, ഇപ്പൊ ദാ ഇത്രയും വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കൂടെ തേച്ച് കുറച്ചധികം സമയമൊക്കെ വെച്ചിരുന്നാല് കുറെ കൂടെ വൃത്തിയാവും. തട്ടമാണെങ്കിൽ ഭയങ്കര അടിപൊളിയായി. വിളക്ക് പിന്നെ ആ വിളക്കിന്റെ മുകളിലത്തെ ആ ഭാഗത്ത് മാത്രം ഇച്ചിരി എണ്ണമയം ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വലിയ കളറിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. വിളക്ക് എണ്ണമയം മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഈ തട്ടവും ഈ ചൊമ്പുമാണ് ഭയങ്കരമായിട്ട് ക്ലീൻ ആയത്. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.